Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ സയൻസിന്റെ മേലെ സത്യമായിട്ടാണ് പറയുന്നത്. മോഡേൺ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് ഡോക്ടർ ജഡ്ക. ഇവിടെ എല്ലാം എന്ത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഉള്ളത് എന്ത് വീതിയുള്ള റോഡുകളാ. റോഡിൽ ഒട്ടും തന്നെ വേസ്റ്റോ ചവറോ കാണുന്നേ ഇല്ല അല്ലേ? ശരിയല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു കുറവേ ഇവിടെ പ്രശ്നമായിട്ടുള്ളൂ. അതല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? അതെന്താണ് മോട്ടു? നമ്മുടെ ചായക്കട ചേട്ടന്റെ സമൂസ അല്ലാതെന്താ. അതുപോലെ ഒരു സമൂസ ഏതൊരു മോഡേൺ സിറ്റിയിലും ഒരിക്കലും കിട്ടില്ല. അല്ല പത്തിലു, ഇവന്മാർക്കൊക്കെ എന്ത് പറ്റി? എല്ലാവരും ഒരേപോലെ കൈപൊക്കി ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്തേ? അല്ല, നിനക്ക് ലാഫ്റ്റർ തെറാപ്പിയെ പറ്റി ഒന്നും അറിയത്തില്ലയോ? നിത്യവും കുറച്ചു നേരം ഇതുപോലെ മനസ്സ് തുറന്ന് ചിരിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നാ പറയണേ. ഞങ്ങളെല്ലാവരും ലാഫ്റ്റർ ക്ലബിന്റെ മെമ്പറാണ്. കുറച്ചിങ്ങനെ ചിരിക്കും, എന്നിട്ട് ആരോഗ്യം സൂപ്പറായിട്ട് സൂക്ഷിക്കും. മര്യാദക്ക് വണ്ടി വന്ന് കയറുന്നതാ നല്ലത്. ഇവിടെ നിന്ന് ബഹളം വെച്ചാൽ ഞങ്ങൾ വെടിവെച്ച് കളയും. നടക്ക് വേഗം. എന്റെ ചേട്ടാ, ഇങ്ങനെ ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണെങ്കിൽ ഞാനും അത് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് വെറുതെ ഇരിക്കും മോട്ടു. അവരോടൊന്ന് ചിരിക്കുന്നത് നിർത്താൻ പറ. ഒന്ന് വായടച്ചു വെക്കും മോട്ടു. ഡ്രൈവറെ പെട്ടെന്ന് വിട്ടോ വണ്ടി. ഇതാരാ ഇങ്ങനെ ചിരിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ചിരിയാണോ അതോ ഭൂകമ്പമാണോ? അയ്യോ വയ്യേ. നമ്മുടെ മുഴുവൻ പ്ലാനും അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഈ മന്ത്രി നമ്മുടെ കയ്യിൽ വന്നില്ല. അപ്പോഴത്തേക്കും വേടല്ല അവനെ. നിക്കവിടെ, നിങ്ങളല്ല ചിരിച്ചത്. മോട്ടു ഓടിക്കോ. അവർക്കൊന്നും നിന്റെ ചിരി ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നേ. നിക്കവിടെ, നിക്കവിടെ, നിക്കാനാ പറഞ്ഞ. വരൂ 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 വരാൻ. എന്തിനാ എന്റെ പുറകിൽ വരുന്നേ? നിനക്ക് ഇരുന്ന് ചിരിച്ചൂടെ? മനസ്സ് കിടന്ന് സന്തോഷിക്കും. മോട്ടു നിക്ക്. മോട്ടുവിന് അതിൽ നിരക്ക്. അയ്യോ ആരെങ്കിലും നിർത്ത്. ഇതെന്താ കാണിക്കുന്നേ? നിർത്താനോ പറഞ്ഞത്? തലകറങ്ങുന്നു. അതെ പത്തലു, ചിരിക്കുന്നതിനേക്കാളും ഒരു സുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല. മോട്ടു, നമുക്ക് ചിരിക്കാനുള്ളത് ബാക്കിയെല്ലാം പിന്നെ ചിരിക്കാം. ഇപ്പൊ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയിക്കോ. പത്തലു, ആ പാർക്കിൽ കുറെ പേര് ചിരിച്ചോണ്ടിരുന്നിരുന്നില്ലേ? അതിലൊരുത്തൻ പറഞ്ഞത് ചിരിച്ചോണ്ടിരുന്ന ശരീരത്തിന് വളരെ നല്ലതാണെന്നായിരുന്നു. ആണോ പത്തലു? പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും യാതൊരു ഫീലും തോന്നുന്നില്ലല്ലോ. അതേ മോട്ടു, നീ മുഴുവൻ സമയം ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നില്ലേ? പക്ഷെ ബാക്കി എല്ലാവരും നിന്റെ ചിരി കേട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ശരി മോട്ടു, അതൊക്കെ വിട്ടുകള. നമുക്ക് പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ വേണ്ടി പോകാം. അരെ വാ, എന്ത് രസമുള്ള കാലാവസ്ഥയാ. ഇതാണ് പറ്റിയ ചാൻസ്. വരൂ. മനുഷ്യന്റെ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അല്ല, ഇതെന്ത് പറ്റി? ഹലോ, ഗംഗയല്ലേ? നിങ്ങളെല്ലാരും വേഗം വന്നേക്ക്. ഇപ്പൊ മന്ത്രി ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വേഗം വരൂ. അത് എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ആ രണ്ട് ഗുണ്ടകൾ എന്തിനാ മോട്ടോന്റെ പുറകെ വരുന്നത്?
ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഈ ക്യാപ്സ്യൂളിനെ നിങ്ങൾ മോട്ടുവിന് കൊടുക്ക്. ഇവന്റെ ചിരി നിന്ന് കളയും. അതിനുശേഷം അവന് ചിരി വരില്ല. ആ, അതെ. അല്ല, നിങ്ങൾ ഇതൊക്കെ എന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ട് എന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണോ? ഞാൻ ഒരു ക്യാപ്സ്യൂളും കഴിക്കാൻ പോകുന്നില്ല. ഞാൻ സമൂസ മാത്രമേ കഴിക്കൂ. സമൂസ. മോട്ടു എപ്പോഴും സമോസ സമോസ എന്ന് മാത്രം പറഞ്ഞോണ്ടിരിക്കരുത്. ഞങ്ങൾ പറയുന്നത് കേട്ട് ഈ ക്യാപ്സൂൾ കഴിക്കേ. ഇതാ മരുന്ന് കഴിക്കേ. കസീട്ടാറാം, മോട്ടുവിനെ ഒന്ന് പിടിച്ചോളുവോ? ഇത് കഴിക്കേ. അതിനാണല്ലേ ചുറ്റിക കൊണ്ട് തല്ലി പൊട്ടിക്കുന്നത്. ചുറ്റിക കൊണ്ട് പൊട്ടിക്കുന്നത്. അതേ മോട്ടു, നീ എന്താണ് ചെയ്തത്? ബിൽഡിംഗ് പൊട്ടി താഴെ വീഴാൻ പോകുന്നു. എന്തെങ്കിലും ചെയ്യേ. അല്ല പത്തലു, ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. വളരെ ബുദ്ധിമുട്ടിയാണ് മന്ത്രിജി നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടത്. ഇതിപ്പോ എന്തായി? എനിക്ക് തോന്നുന്നു ഈ ബിൽഡിംഗ് പൊട്ടി നമ്മുടെ തലയിൽ വീഴുന്ന. ഓടിക്കോ ഇവിടുന്ന്. പിള്ളേരത് കേട്ടോ? ഇത് എന്നെ വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ടാ പോണേ? ഹലോ, മന്ത്രി ഇപ്പൊ എവിടെയാന്ന് മനസ്സിലായി. ഇപ്പൊ പഴയ ബിൽഡിങ്ങിലാണെന്ന് മനസ്സിലായി. വേഗം വരൂ, രക്ഷിക്കണം. പെട്ടെന്ന് ഇറക്ക എന്നെ ഇവിടുന്ന്. ഈ സിറ്റിയിൽ ജീവിക്കാന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാ. എന്റെ അഭിപ്രായത്തില് ഈ സിറ്റി വിടുന്നതാണ് എനിക്ക് നല്ലത്. ഹലോ, അവന്മാര് ട്രെയിനിൽ കയറാൻ പോവുകയാണ്. ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. നമ്മൾ അവരുടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല. എന്റെ അമ്മ മോട്ടു, ഒരുപക്ഷെ നമ്മുടെ പ്ലാന് നിന്റെ ചിരി കാരണം നശിച്ചാൽ നീ വിവരം അറിയും. അതേ ജട്ക, അങ്ങോട്ട് നോക്കൂ. ട്രാക്കിൽ ആരോ സാധനങ്ങൾ വെച്ചിട്ട് പോയിട്ടുണ്ട്. എന്നാൽ മറ്റേ സൈഡിൽ നിന്ന് ട്രെയിനും വരുന്നുണ്ട്. നീ ചിരിക്കേ, ചിരിക്കേ, ഒരുപാട് ചിരിക്കേ. ഇതാ ഇതാ സമൂസ കഴിക്കേ, എന്നിട്ട് ചിരിക്കേ. അടിപൊളി. പത്ലു, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ചിരി വരുന്നില്ല പത്ലു. മോട്ടു, നീ ചിരിച്ചേ പറ്റൂ. ഇത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ചിരിക്കേ. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ ചിരിക്ക്. വലിയേട്ടാ, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലെന്ന്. ചിരി വന്നിട്ട് വേണ്ടേ ചിരിക്കാൻ? എന്താ ചെയ്യാ? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, നിക്ക്, ഞാൻ നിനക്ക് ഒരു ചോക്ക് പറയാ. ഒരു ആനയെ ഒരു ഉറുമ്പ് കടിക്കായിരുന്നു. അപ്പൊ ആനയുടെ മേലെ ഒരു മരത്തിന്റെ ചില്ല വീണു. അപ്പൊ ആന നിലവിളിച്ചപ്പോ ഉറുമ്പ് ചോദിക്കാണ്, ഞാൻ കടിച്ചത് നിനക്ക് വേദനിച്ചോന്ന്. എന്ത് നല്ല കോമഡിയായ. എനിക്ക് ചിരിച്ചു ചേച്ചാ. വലിയേട്ടാ, ഇത് വലിയ തമാശ തന്നെയാണ്. പക്ഷേ എനിക്ക് ചിരി വരുന്നില്ലല്ലോ. എന്റെ അമ്മ മോട്ടു, ഞാൻ നല്ലൊരു തമാശ പറയാം. രണ്ട് കൂട്ടുകാര് വളപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, ഏത് പാമ്പ് കടിച്ചാലാണ് നിനക്ക് സന്തോഷം ഉണ്ടാവാ എന്ന്. അതിനവൻ മറുപടി പറയാണ്, എനിക്ക് അറിയില്ല എന്ന്. അപ്പൊ ആദ്യത്തെ കൂട്ടുകാരൻ പറയാണ്, നമ്പർ 99ത്തെ പാമ്പ് കടിച്ചാലേ സന്തോഷം ഉണ്ടാവൂന്ന്. ശരിക്കും അടിപൊളി തമാശ. ചിരിച്ച് ചിരിച്ച് എന്റെ കണ്ണിന്ന് വെള്ളം വരുന്നു. ചിങ്കം സാറേ, നിങ്ങൾ നിങ്ങളുടെ ഈ തമാശ നിർത്തുന്നുണ്ടോ? ഞാൻ പിന്നെ കരയാൻ തുടങ്ങും കേട്ടോ. ഓളിച്ചടത്തല്ല, വണ്ടി നിർത്തണം, വണ്ടി നിർത്തണം. മോട്ടൂന് ചിരി വരുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്നത് നല്ലത്. ഇതാ വണ്ടി വരുന്നു. ട്രാക്കിന്റെ മീതുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നു. എന്റെ 20 കൊല്ലത്തെ അനുഭവം ഇപ്പൊ പ്രയോജനപ്പെടും. ഇത് കണ്ടോ? എന്റെ മസിൽ ഇങ്ങനെ തിളയ്ക്കുന്നത് കണ്ടോ? ഇതിനെയാണ് മസിൽസ് എന്ന് പറയുന്നത്. സീതാറാമേ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ ഇത് തന്നെയാണ്. വീണ്ടും അതേ ശരിയാണ്. ഞാൻ എവിടെയാണെങ്കിലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അയ്യോ, എല്ലാരും മാറിക്കോ, എല്ലാരും
ചിരിക്ക്, ഇനിയും ചിരിക്ക്. കുറച്ച് ബോക്സുകൾ കൂടെ ബാക്കിയുള്ളൂ. നന്ദിയുണ്ട്. അതെ, ആരാണോ താൻ? ഞങ്ങളുടെ ജോലിയുടെ നടുക്ക് വന്ന് താൻ ഞങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ വിടില്ല തന്നെ. നിങ്ങളുടെ ചെറിയ കാരണം എന്റെ ജീവൻ വീണ്ടും വീണ്ടും രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് സർക്കാരിന്റെ വക ഒരു പുരസ്കാരം മേടിച്ചു തരാം. താങ്ക് യു മന്ത്രി സാറേ. ഇതിനൊക്കെ കാരണം ആ ലാഫ്റ്റർ ക്ലബിലെ ആൾക്കാരാണ്. അവരാണ് എന്നെ ഇത്ര ഇൻസ്പയർ ചെയ്തത്. ഈ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ചിരിക്കട്ടെ സാറേ. Watch India's largest kids library only on Geo Hotstar. Download the app now.